മണ്ട പോയ വാഴയാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. ഇത് നമ്മുടെ ആദില്, ഇത് നമ്മുടെ പഴയകാല പുതിയകാല സ്നേഹിതനാണ്. ഇത് നമ്മുടെ സുഹേല്, ഇത് നമ്മുടെ എല്ലാ കാലത്തെയും എക്കാലത്തെയും സ്നേഹിതനാണ്. അപ്പോൾ എല്ലാ സ്നേഹിതന്മാരുടെ കൂടെ നമ്മൾ വയലിലോട്ടുള്ള യാത്രയാണ്. നമ്മുടെ പഴയ വയലിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് അതറിയാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതെ, നമ്മളിപ്പം പഴയ വയലിലേക്ക് പോവുകയാണ്. ഞങ്ങളുടെ കളിച്ചു വളർന്ന ഞങ്ങളുടെ കുട്ടിക്കാലം കമ്പലടി വയൽ, ഞങ്ങളുടെ പഴയ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കിയെടുക്കാൻ വേണ്ടി ഞങ്ങളതൊന്ന് ഇത് ചെയ്യാൻ പോകും. മറ്റേ സംഭവത്തിൻ്റെ പേരെന്താ കളിയാ? മറ്റേ ആ ഒരു എന്തത് മറ്റൊരു ഇത് പറയാനോ, ആ ഒരു ഇത് പറയാം, നമ്മൾ പോയി ആസ്വദിക്കുന്നതിന് ഒരു ഇംഗ്ലീഷ് വാക്ക്. എന്തെങ്കിലും പറമാമ നമ്മുടെ വയലിനെ കുറിച്ച്. നമ്മുടെ പഴയ വയൽ നമ്മുടെ പഴയതുപോലെയല്ല. നമ്മുടെ വയലെല്ലാം വെട്ടിക്കളച്ച് കാട് കയറി കിടന്നെല്ലാം വെട്ടിക്കളച്ച് ചീനിക്കമ്പും വാഴയൊക്കെ നട്ട് എല്ലാവരും കൂടെ ഭയങ്കര സഹകരണമാണ്. മാമ വയലിനെ പറ്റി എന്താണ് പറയാനുള്ളത്? എന്തോ പറയാനുള്ള അതാണ് ഇവിടെ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ കിളയ്ക്കാൻ ആളില്ല. അതാണ് ഇവിടെ നേരിടുന്ന രണ്ടാമത്തെ പ്രശ്നം. തൊഴിലുറപ്പിൽ ആൾക്കാരെ വന്ന് വേണം വയ്ക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് പോയാൽ എന്തെങ്കിലും കിട്ടും കേട്ടോ. എക്സ്പ്ലോർ ചെയ്യാൻ വന്നേക്കാണ് വയല്. ഈ ചെറിയ പോരൊഴി ഗ്രാമത്തിന്റെ എല്ലാ ചർച്ചയും അവിടെ നടക്കുന്നുണ്ട്. അവിടുത്തെ ഇൻഫർമേഷൻ ടെക്നോളജിയെക്കാളും വലിയ ഒരു ടെക്നോളജിയാണ് വയലെത്തി. നമുക്ക് വയലിനെ കുറിച്ച്, വയലിന്റെ ആ ഒരു മനോഹാരിതയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഒന്ന് തിരിഞ്ഞൊന്ന് കാണിക്കൂ. ഇതാണ് നമ്മുടെ പഴയ വയൽ. പഴയ പച്ചപ്പൊക്കെ പോയി. പണ്ട് ഞങ്ങള് മീനെ പിടിക്കാൻ വരുന്നത് ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് മറ്റേ ഷബീർക്ക ഞങ്ങളുടെ സ്നേഹിത ഷബീർക്ക ഞങ്ങളോട് ഇല്ല. അദ്ദേഹം ബിസിനസ് തിരക്കുകളായിട്ട് പാലക്കാടിൻ്റെ മണ്ണിലാണ്. അദ്ദേഹം പണ്ടൊരു വലിയ കിണറിലിടുന്ന ഒരു വലയുമായിട്ട് വരുമായിരുന്നു. ആ വലയെടുത്തിട്ട് ഇവിടുത്തെ മീനെ മൊത്തം പിടിച്ചോണ്ടേ പോകത്തുള്ളായിരുന്നു. പിന്നെ എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊല്ലുകയും ചെയ്യും. ആലിച്ചക്ക അതൊരു വലിയ കഥയാണ്. ഇവിടെ കൊറോണ കാലത്ത് ഡ്രോണുകൾ ഒക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ ഈ ഡ്രോണിനെ ഭയന്ന് ആലിച്ചക്കയുടെ മുകളിൽ കയറിയിരിക്കുമായിരുന്നു. എന്നിട്ട് ആനിൽ പറിച്ചു. അത് നമ്മുടെ സുഹേലിക്ക ചീനിക്കമ്പ് എടുത്ത് പോഡ്കാസ്റ്റ് ചെയ്യാനുള്ള പ്ലാനാണ്. അത് നമ്മുടെ ചീനിക്കമ്പ് ആണ്. വയലെല്ലാം പോയിക്കൊണ്ടിരിക്കുക ഗൈസ്. ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കുമല്ലോ നാട്ടുകളിൽ. വയലെല്ലാം നികത്തി വീടുകളും പണിഞ്ഞ് നമ്മുടെ ആ ഗ്രാമീണ ലുക്ക് കളയുക ഗൈസ് എല്ലാവരും. അതാണ് ആ ഗ്രാമീണ ലുക്ക് പോയാൽ പിന്നെ നമ്മുടെ നാടിന് നമ്മൾ നാടിൻ്റെ ആവശ്യം കർഷകരാണ് ഗൈസ്. ഇനിയുള്ള തലമുറ കർഷകർ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി കർഷകരുടെ ആവശ്യം വളരെ വലുതാണ് ഇവിടെ. നമുക്ക് എങ്ങനെ ഈ ഇതൊക്കെ നിലനിർത്താം എന്ന് ചിന്തിക്കുക. നമുക്ക് പുതിയൊരു ഞങ്ങൾ ഇനിയും തുടരെ ഇതിനെപ്പറ്റിയുള്ള റീൽസുകൾ വരുന്നതായിരിക്കും. നമ്മൾ വയലിലെ കൃഷിയാണ് ഗെയ്സ്. നമ്മൾ വയലിലെ കൃഷി എങ്ങനെ നിലനിർത്താം അതാണ് ഗെയ്സ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പ്രാദേശികമായ വയലിൻ്റെ പല പല കാഴ്ചകളിലോട്ട് നീങ്ങാം. പക്ഷേ അതൊക്കെ ഒന്ന് കാണിച്ചു. നല്ല അഭിപ്രായം. വയലിൽ പോച്ചയൊക്കെ കിട്ടുന്നുണ്ട്. ഇഷ്ടംപോലെ പോച്ചയൊക്കെ കിട്ടുന്നുണ്ട്. നമ്മുടെ സബീനാക്കാണ്. സബീനാക്ക വയലിനെ പറ്റി എന്താണ് ഈ വയലിനെ പറ്റി? പണ്ടത്തെ കൂട്ടെല്ലാം നികത്തിയതൊന്നുമല്ല. കൃഷി പഴയ നെല്ല് കൃഷി ഇപ്പം ചെയ്യാൻ പറ്റില്ല. യുവാക്കൾ കൃഷിയിലോട്ട് വരുന്നത് നല്ല കാര്യമാണ്. എന്നാൽ പിന്നെ എന്നെപ്പോലുള്ള വയസ്സന്മാർക്ക് റെസ്റ്റ് എടുത്ത് പോയി. പക്ഷെ എല്ലാവരും വരുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കൃഷി ലാഭകരമല്ലാത്ത സാഹചര്യം വന്നു. എന്തുകൊണ്ട് കൃഷി ചെലവ് കൂടുതൽ, കൂലി കൂടുതൽ, വളം കൂടുതൽ, അതിനൊക്കെയുള്ള ഉൽപ്പാദനത്തിന് വിലയില്ല. ഉൽപ്പാദനത്തിന് വിലയില്ലാണ്ട് വരുന്നത് ഓരോ വർഷവും കൃഷി നഷ്ടമാകും. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ഇതായത് പരിശീലിപ്പിക്കുന്നതാണ്. പിന്നെയും കാട് കയറി കിടക്കുന്നതുകൊണ്ട് പൈസ മുടക്കിയിരിക്കുക. പഴയ ഒരു പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ കൊച്ചു കുട്ടികൾ നിങ്ങൾക്ക് കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നു? രാവിലെ എണീറ്റ് ചെരുപ്പില്ലാണ്ട് നിങ്ങൾ മണ്ണിൽ ഇറങ്ങാറുണ്ടോ? കൃഷിയെ പറ്റി ഞങ്ങൾ പഠിക്കാൻ വാ കുടിക്കോ, ഞാൻ പഠിപ്പിച്ചു തരാം. എല്ലാം അതിന്റെ ഏറ്റവും പഠിപ്പിച്ചു തരാം. വാ
അതേ കേസ് നമ്മുടെ സാറ് നമുക്ക് കൃഷിയെ പറ്റി പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. ഇവിടുത്തെ ഒരു മുതിർന്ന സാറാണ് നമ്മുടെ ഗോപി സാറ്. ഈ പോരൊഴി ഗ്രാമത്തിന്റെ എല്ലാം തന്നെ ഒരു തനിമ നിലനിർത്തി പഴയ ഒരു കൃഷിയും കാര്യങ്ങളും തന്നെ ചെയ്ത് മുന്നോട്ട് പോകുന്നൊരു സാറാണ്. നമ്മുടെ എല്ലാവർക്കും ഒരു പ്രതീകം തന്നെയാണ് സാറ്. സാറിനെ നമ്മളെല്ലാവരും കണ്ട് പിന്തുടരേണ്ടതാണ്. ജന്മനാ കൃഷിക്കാരനാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഇതിങ്ങനെ അധ്യാപകനായെങ്കിലും എൻ്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും കൃഷിയായിരുന്നു മുഖ്യം. അതാണ് ഇപ്പോഴും പിന്നെയും വിടാതിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ ചെയ്തേക്കുന്ന കൃഷികളാണ്. പാരമ്പര്യ കൃഷി വെക്കാനിട്ട് റബ്ബർ ഇട്ടു. ഓക്കെ സാർ, ഓക്കെ, വളരെ നന്ദിയുണ്ട് സാർ. എന്ന് പറയുമ്പം നമ്മുടെ ഇന്നത്തെ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. വയലിൻ്റെ അവസ്ഥ ഇതാണ്. ഭയങ്കര എല്ലാവരും പറയുന്നത് കൃഷിയൊക്കെ ഉണ്ട് എങ്കിലും പഴയതുകൂട്ട് ആൾക്കാരുടെ ഒരു ഇത് കുറവാണ്. അപ്പോൾ നമ്മൾ ചെറുപ്പക്കാർ കൃഷിയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പോണൻഷ്യലായിട്ട് കൂടും. നമ്മുടെ ആ ഒരു തലമുറ നിലനിർത്തണമെങ്കിൽ നമ്മളുടെ മണ്ണിനെ അറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് എല്ലാവരും പറയുന്നത്. മണ്ണിനെ എല്ലാവരും അറിയണം ഗൈസ്. യുവാക്കൾ കൃഷിയിലോട്ട് വരേണ്ടത് കൃഷിയിലോട്ട് അതല്ലേ വേണ്ടത്. യുവാക്കൾ കൃഷിയിൽ ഇറങ്ങണം. അതാ, യുവാക്കൾ കൃഷിയിലോട്ട് വരണം. ഈ നാടിന് ആവശ്യം കർഷകരെയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തുന്നതായിരിക്കും. ഓക്കെ, ബൈ.